കഷ്ടതകൾ പെരുകിടുമ്പോൾ എനിക്കാശ്വാസമധികം തരും. കഷ്ടതകൾ പെരുകിടുമ്പോൾ എനിക്കാശ്വാസമധികം തരും. മനസ്സലിവുള്ളവനൻ മനുവേലൻ മനം തകർന്ന എന്നെ സൗഖ്യമാക്കി. മനസ്സലിവുള്ളവനൻ മനുവേലൻ മനം തകർന്ന എന്നെ സൗഖ്യമാക്കി. എന്റെ ദൈവമറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായെല്ലാം നൽകിയിടുന്നു. ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായെല്ലാം നൽകിയിടുന്നു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 18-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കുടുക്കുവയ്ക്കും? ബുദ്ധി വെപ്പീൻ, പിന്നെ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ മൃഗങ്ങളെ എണ്ണുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായി തോന്നുന്നതുമെന്ത്? കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരണമോ? പാറ അതിൻ്റെ സ്ഥലം വിട്ട് മാറണമോ? ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവൻ്റെ അഗ്നിജ്വാല പ്രകാശിക്കയില്ല. അവൻ്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവൻ്റെ ദീപം കെട്ടുപോകും. അവൻ ചുരുക്കോടെ കാലടി വയ്ക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും. അവൻ്റെ സ്വന്തം ആലോചന അവനെ തള്ളിയിടും. അവൻ്റെ കാല് വലയിൽ കുടുങ്ങിപ്പോകും. അവൻ കെണിയൻ മീതെ നടക്കും. പാശം അവൻ്റെ കുതികാലിന് പിടിക്കും. അവൻ കുടുക്കിലകപ്പെടും. അവൻ നിലത്ത് കുരുക്ക് മറച്ചുവയ്ക്കും. അവനെ പിടിപ്പാൻ പാതയിൽ വല ഒളിച്ചുവയ്ക്കും. ചുറ്റിലും ഘോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കും. അവൻ്റെ കാലുകളെ തുടർന്ന് അവനെ വേട്ടയാടും. അവൻ്റെ അനർത്ഥം വിശന്നിരിക്കുന്നു. വിപത്ത് അവൻ്റെ അരികെ ഒതുങ്ങി നിൽക്കുന്നു. അത് അവൻ്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും. മരണത്തിൻ്റെ കടിഞ്ഞൂൽ അവൻ്റെ അവയവങ്ങളെ തിന്നുകളയും. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ വേർപറിഞ്ഞു പോകും. ഘോരരാജാവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകും. അവന് ഒന്നുമാകാത്തവർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും. അവൻ്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും. കീഴെ അവൻ്റെ വേരുണങ്ങിപ്പോകും, മേലെ അവൻ്റെ കൊമ്പ് വാടിപ്പോകും. അവൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും. തെരുവീഥിയിൽ അവൻ്റെ പേർ ഇല്ലാതാകും. അവനെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും. ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയും. സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതിരിക്കും. അവൻ്റെ പാർപ്പിടം അന്യന് പോകും. പശ്ചിമവാസികൾ അവൻ്റെ ദിവസം കണ്ട് വിസ്മയിക്കും. പൂർവ്വ ദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും. നീതികെട്ടവൻ്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു. ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഇങ്ങനെ തന്നെ. 18-ാം അധ്യായം ശൂഹനായ ബിൽദാദിൻ്റെ രണ്ടാമത്തെ പ്രതിവാദമാണ്. ഒന്നാമത്തേത് 8-ാം അധ്യായത്തിലായിരുന്നു. ഇദ്ദേഹം പറയുന്നത് ഇയ്യോബിൻ്റെ വാക്കുകളൊക്കെ അതായത് പാഴ്വാക്കുകളാണ്, അതായത് കുടുക്കുവാക്കുകളാണ്. അത് ബുദ്ധിയിൽ നിന്നല്ല. ഇയ്യോബ് സ്നേഹിതന്മാരെയൊക്കെ മൃഗങ്ങൾക്ക് തുല്യം അല്ലെങ്കിൽ അശുദ്ധരെ പോലെ കണക്കാക്കുകയാണ്. എന്നാൽ
ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദുഷ്ടൻ്റെ വെളിച്ചം കെട്ടുപോകും, അവൻ്റെ അഗ്നിജാലം പ്രകാശിക്കുകയില്ല, അവൻ്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവൻ്റെ ദീപം കെട്ടുപോകും. അതുകൊണ്ട് ഇയ്യോബിന് സംഭവിച്ചിരിക്കുന്ന ഈ ഇരുട്ടും ദുഃഖവും കഷ്ടവും നഷ്ടവും നിരാശയുമെല്ലാം ഇയ്യോബ് ദുഷ്ടനായതുകൊണ്ടാണ്, ഏതോ പാപം ഉള്ളതുകൊണ്ട് തന്നെ എന്ന് അദ്ദേഹം തീർത്തു പറയുകയാണ്. അവസാനത്തെ വാക്യം 21-ാം വാക്യം, നീതികെട്ടവൻ്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഇവണ്ണം തന്നെ. അപ്പം ഇയ്യോബ് നീതികെട്ടവനായിരുന്നു, ദൈവത്തെ അറിയാത്തവനായിരുന്നു എന്നാണ് ഇദ്ദേഹം സമർത്ഥിക്കുന്നത്. 19-ാം വാക്യം, സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതിരിക്കും, അവൻ്റെ പാർപ്പിടം അന്യന് പോകും. അപ്പോൾ ഇയ്യോബിന് എൻ്റെ മക്കളൊക്കെ മരിച്ചു പോയല്ലോ. അങ്ങനെ സംഭവിക്കുന്നത് മാതാപിതാക്കളുടെ പാപനിമിത്തമാണ് എന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. ബൈബിളിൽ അതിനടുത്ത് വരുന്ന ചില വാക്യങ്ങളുണ്ട് താനും. എന്നെ ഭാവിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്നൊക്കെ ഒരു വാക്യമുണ്ട്. അപ്പോൾ പിതാക്കന്മാരുടെ പാപത്തിന് തലമുറയായി ശിക്ഷ ഉണ്ടാകുമെന്നൊരു സൂചന 10 കൽപ്പനയിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആണ് ഇദ്ദേഹം ഈ വാക്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ ശരിയായി വിഭജിക്കാൻ അല്ലെങ്കിൽ ശരിയായി അപഗ്രഥിക്കാൻ സാധിക്കാത്തവർക്കാണ് ഇങ്ങനെ ദുരുപദേശങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുന്നത്. ദൈവം പാപിയെ ശിക്ഷിക്കും എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ശിക്ഷ മക്കൾക്കും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അതും യുക്തമായ കാര്യമാണ്. കാരണം അപ്പൻ മദ്യപാനിയാണെങ്കിൽ അതിൻ്റെ കെടുതികൾ ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്കും ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുപോലെ മാതാപിതാക്കളുടെ രോഗം മക്കളിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ടല്ലോ. പക്ഷേ നല്ല മനുഷ്യർക്കും രോഗമുണ്ടാകാം, നല്ല മനുഷ്യർക്കും കഷ്ടനഷ്ടങ്ങളുണ്ടാകാം. ഇത് യോബിൻ്റെ സ്നേഹിതന്മാർക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം ശൂഖനായ ബിൽദാദ് പറയുന്നത് 7-ാം വാക്യത്തിൽ, അവൻ്റെ ചുറുചുറുക്ക് കുറയും, അവൻ സ്വന്തം കുരുക്കുകളിൽ പെടും, അവൻ വലയിൽ പെടും എന്നാണ്. വാസ്തവത്തിൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ, ഇയ്യോബിൻ്റെ അടുത്ത രാജ്യക്കാർ വന്നിട്ടാണല്ലോ, ശെബായരും കൽദായരും വന്നിട്ടാണല്ലോ ഇയ്യോബിൻ്റെ കന്നുകാലികളെ പിടിച്ചുകൊണ്ട് പോയത്, അല്ലെങ്കിൽ വേലക്കാരെ കൊന്നു കളഞ്ഞത്. ദൈവം തടഞ്ഞില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇയ്യോബിൻ്റെ ദുഷ്ടത കൊണ്ടാണ് ദൈവം ഇയ്യോബിൻ്റെ സ്വത്തുക്കൾ അപഹരിക്കപ്പെടുവാൻ അനുവദിച്ചത് എന്നുള്ള കൺക്ലൂഷനിലാണ് ബിൽദാദ് എത്തുന്നത്. 12 മുതലുള്ള വാക്യങ്ങൾ, അവൻ്റെ അനർത്ഥം വിശന്നിരിക്കുന്നു, വിപത്ത് അവൻ്റെ അരികെ ഒതുങ്ങി നിൽക്കുന്നു, അത് അവൻ്റെ ദേഹാംശങ്ങളെ തിന്നുകളയും, മരണത്തിൻ്റെ കടിഞ്ഞൂൽ അവൻ്റെ അവയവങ്ങളെ തിന്നുകളയും, അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ വേർപറഞ്ഞു പോകും, ഘോര രാജാവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകും. ഇദ്ദേഹം പറയുന്നത്
അതവൻ്റെ ദേഹങ്ങളെ തിന്നുകളയുന്നു. അതായത് രോഗം അവൻ്റെ ത്വക്കിനെ കാർന്നു തിന്നാൻ ഇടയാക്കും പാപിയുടെ എന്നാണ്. ശരിയാണ്, ഇയ്യോബ് രോഗിയായിരുന്നല്ലോ. ത്വക്കിന് അതായത് പുണ്ണുമൊക്കെ പിടിച്ച് പരുവൊക്കെ പിടിച്ച് അദ്ദേഹം ചാരത്തിൽ ഇരുന്ന് ചൊറിയുന്നവനായിരുന്നു. അത് യോബിൻ്റെ പാപം നിമിത്തമാണ് എന്ന് മാത്രമല്ല, ഇദ്ദേഹം പറയുന്നത് ആ ശിക്ഷ ഇവിടം കൊണ്ട് തീരുകയില്ല, ഘോരരാജാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നത് മരണത്തിൻ്റെ കാര്യമാണ്. യോബ് യോബിൻ്റെ പാപനിമിത്തം രോഗിയായിത്തീരുക മാത്രമല്ല, യോബ് താമസിയാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വരും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. യോബിനെ ആശ്വസിപ്പിക്കാനാണ് സ്നേഹിതന്മാർ വന്നതെങ്കിലും അവരുടെ വാക്കുകൾ യോബിനെ കുത്തിവേദനിപ്പിക്കുന്നതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അതിന് അന്തസ്സത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ ഉപരിതലത്തിൽ നിന്ന് ഉപദേശിക്കുന്ന ആളുകൾ ആശ്വാസമല്ല, വേദനയാണ് നൽകുന്നത്. അതുകൊണ്ട് ദൈവവചനത്തെ ഗ്രഹിക്കുവാൻ മാത്രമല്ല, അതിൻ്റെ കൃപാവരം പ്രാപിക്കുവാൻ എന്നിട്ട് ശുശ്രൂഷിപ്പാൻ സാധിക്കണം. ദൈവവചനം മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് തീരാനിടയാകണം. കർത്താവ് പറഞ്ഞത് ഈ വചനങ്ങൾ, പൗലൂസ് പറഞ്ഞത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്നാണല്ലോ. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ യഥാർത്ഥ പൊരുള് തിരിച്ചു കൊടുക്കുന്നതിനാലുള്ള ആശ്വാസം ആളുകൾക്കുണ്ടാകാൻ ഇടയായി തീരണം. കർത്താവ് നമ്മെ അതിന് ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.